ഇവരെ ഇങ്ങനെ ഒരു കൊലപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് വല്ല ദുഃഖങ്ങളുണ്ട്. കാര്യം പണത്തെ തല്ലിയൊന്നും ചെറുക്കം ഉണ്ടായിട്ടില്ല. ഇവർ നേരത്തെ തന്നെ എൻ്റെ അടുക്കൽ നിന്ന് പൈസ ഇവരുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷർമിള കല്യാണത്തിന് മുൻപ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സംഭവങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഈ പെണ്ണ് കല്യാണം കഴിഞ്ഞ് ഈ പെണ്ണുമ്പിള്ള ഇവിടെ വന്ന സമയത്ത് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ആ ഇടക്ക് അപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഈ പെണ്ണുമ്പിള്ള പറഞ്ഞ് അത് വന്നത് ഈ കാശിന് വേണ്ടിയിട്ടാണ്. അവർ 7,000 രൂപ ഇവർ ഷർമിള മേടിച്ചിട്ടുണ്ട്. ആ കാശ് എനിക്ക് കിട്ടണം, കിട്ടിയെങ്കിലേ പോകാനൊക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നമുക്കത് നാണക്കേടല്ലേ. ഈ വീട്ടിലാണ് കാശിന് വന്നത്. അപ്പോൾ നാണക്കേടല്ലേ. അത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഞാനത് 2 ട്രിപ്പായിട്ട് ആദ്യം 3,500 കൊടുത്ത് പിന്നെ 3,500 രൂപ കൊടുത്ത് ഇവരെ ഒഴിവാക്കിയാണ് ചെയ്തത്. കാശ് കൈ കൊടുത്ത് ഇവരെ കൊണ്ട് എറണാകുളത്തേക്ക് വണ്ടി കയറ്റി വിടുകയാണ് ചെയ്തത്. കാര്യം നമ്മൾ അവരുടെ നിന്ന് കാശ് മേടിച്ച് കഴിഞ്ഞപ്പോൾ അത് കൊടുത്തില്ല, ശരിയല്ലല്ലോ. അവർ വഴക്കുണ്ടാക്കി. എൻ്റെ മാനും കുറച്ച് ഇവർ ഷർമിളയും ചൂടായി. ഞാൻ പറഞ്ഞു നിങ്ങൾ ചൂടായൊന്നും വേണ്ട, ഞാൻ കാശ് കൊടുത്തോളാം. അങ്ങനെ കാശ് കൊടുത്ത് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പിന്നെ ഇവർ അടുപ്പത്തിലായി. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ സംഭവങ്ങളൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഇവർ ഇപ്പോൾ 3 വർഷമായില്ലേ ഇവിടെ താമസമായിട്ട്. ഈ താമസത്തിനിടയിൽ ഇവരെന്തൊക്കെ സംഭവിക്കുന്നത് എന്താണെന്നുള്ളതൊന്നും ഞങ്ങൾക്കൊന്നും ഒരു പിടിയുമില്ല. ഞങ്ങളിവിടെ കയറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അടുപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും മദ്യപിച്ചുകൊണ്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കണം. എൻ്റെ മകനിൽ കൂടുതൽ ഈ പറഞ്ഞ മാത്യുസിനിൽ കൂടുതൽ മദ്യപിക്കുന്നതാണ് ഈ പറഞ്ഞ ഷർമിള. അവളെപ്പോഴും മദ്യമില്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി. അവരെ എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ ഒടുവിലാണ് അറിയുന്നത്. ഞങ്ങൾക്ക് ചതി പറ്റിപ്പോയതാണ്. ഞങ്ങൾ ചതിയിൽ വീണ് പോയതാണ്. കാര്യം എന്ന് പറയുമ്പോൾ ഇവളൊരു നല്ലൊരു സ്വഭാവമുള്ളതാണ്. അപ്പനും അമ്മയും മരിച്ചു പോയില്ലേ, അവർ അനാഥ കൊച്ചല്ലേ. അപ്പോൾ ഞങ്ങൾ അത്രയോ കണ്ടുള്ളൂ. കാര്യം ഇവരിൽ നിന്ന് കണ്ടെന്ന് പറയുമ്പോൾ ഒരു അപ്പനും അമ്മയും ഇല്ലാത്തൊരു കൊച്ചിനെ ഒന്ന് സംരക്ഷിക്കുക എന്ന് മാത്രമേ ഞങ്ങളുടെ മനസ്സിൽ അപ്പം ചിന്തിച്ചുള്ളൂ. കാര്യം ഇവരുടെ നിലവിളിയും ഇവരുടെ ദയ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അതിൻ്റെ ഒരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം ആലോചിച്ച് ഇങ്ങനെ കല്യാണം നടത്തിയത്. അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു അറിഞ്ഞിരുന്നു വെച്ചാൽ ഞങ്ങൾ ഈ ബന്ധത്തിൽ ഏർപ്പെടില്ലായി. അവർക്ക് താല്പര്യമില്ല, അവന് ഇല്ല. ഞങ്ങൾ ഈ പെണ്ണ് ഹോസ്റ്റലിൽ നിന്ന പെണ്ണായിരുന്നു. അവന് താല്പര്യമൊന്നും ഇല്ല, അവൻ സ്നേഹിച്ചതൊന്നുമില്ല. അപ്പം ഇവനെ വിവാഹം ചെയ്തിട്ട് ബന്ധം വേർപെടുത്തി ഇവൻ വേറൊരു വിവാഹം ചെയ്തായിരുന്നു. എന്നിട്ട് വേറൊരിടത്ത് അവൻ കല്യാണം ചെയ്യാനൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ 2ാം വിവാഹമാണ്. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നീ ഇങ്ങനെ നിന്നാൽ നിൻ്റെ ജീവിതം പോകില്ല. ഞങ്ങൾ 2 പേരും പ്രായമായിരിക്കല്ലേ, മരിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതം പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 2 പേരും മദ്യപിക്കുന്നവർക്കെന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തുനിന്നൊന്നും പെണ്ണൊന്നും കിട്ടത്തില്ല. നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടത്തില്ല. അത് പെണ്ണ് കിട്ടാതെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചേടാ ഇപ്പോൾ ഇങ്ങനൊരു കൊച്ച് നല്ലൊരു കൊച്ചല്ലേ, ഇവൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട്, ജീവിച്ചോട്ടെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ കല്യാണം നടത്തിയത്. പക്ഷേ ഇത് കല്യാണം നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവൾ ഫ്രോഡാണെന്നുള്ളത്. ഫ്രോഡെന്ന് പറയണത് ഇവൾ ഭയങ്കര സാധനമാണ്. ഇവൾ മദ്യപിച്ച് ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭീഷണി, ഞങ്ങൾ ചിലപ്പോൾ കൊല്ലാൻ വരെ ഇവൾ സന്നിധരാകും എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിൽ. ഞങ്ങൾ നേരം വെളുക്കുന്നവരെ പേടിച്ചിട്ട് കുത്തിയിരുന്നിട്ടുണ്ട്. കാര്യം ഇവൾ വെള്ളത്തിൽ വല്ല വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി തന്ന് നമ്മൾ അകപ്പെടുത്താൻ വിചാരിക്കുമോ എന്നുള്ള കാര്യം. അത്ര ഭീകരതയാണ് ഇവൾ. അത് കഴിഞ്ഞപ്പോൾ ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൾ ഭയങ്കര ഭീകരതയാണ്. എന്നെ ഫാനൊക്കെ എടുത്ത് അടിച്ചിട്ടുണ്ട്. ഈ ടേബിൾ ഫാൻ എടുത്ത് അടിച്ചിട്ട് ഞാൻ ഇതിങ്ങനെ തടഞ്ഞിട്ട് 2ആയിട്ട് കണ്ടിച്ച് പോയി. കാര്യം ഇവർ മദ്യപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം, ഞങ്ങൾക്കൊന്നും ഉറങ്ങാനൊക്കുന്നില്ല, നിങ്ങൾ ഈ മദ്യപിച്ച് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങാനൊക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ ഞങ്ങൾക്ക് ചൂടായി ഫാനെടുത്ത് കിളവാ നിന്നെ തല്ലി കൊല്ലൂടാന്ന് പറഞ്ഞ് ഫാൻ വരെ എടുത്തവരാണ്. ഇവർ തർക്കം എന്ന് പറഞ്ഞാൽ ഇവർ കുടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും വേണ്ട. അവൻ്റെ അടുക്ക് എന്തെങ്കിലും പറയാം, അവൻ അടിക്കും, ഇവളും അടിക്കും. ഇതാണ് ഇവിടുത്തെ പരിപാടി. അത് ആർക്കും ഇഷ്ടമല്ല. കാര്യം എന്ന് പറയുമ്പോൾ ഇവൾ മദ്യപിച്ച് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പോകുന്നതുകൊണ്ട് ഒരു മദ്യപിക്കുന്ന ഒരാരെയും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. അവർ നേരെ ചൂടാകും. മൂന്നാം ലിംഗക്കാരി ഇവളുടെ മുൻകാല ചരിത്രങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ബന്ധത്തിൽ ഏർപ്പെടില്ല. ഇവളാദ്യം കാണുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു കൊച്ചി. ഇപ്പോൾ സാധാരണ ഞങ്ങളുടെ ഈ രൂപത അടിസ്ഥാനത്തിലൊക്കെ എവിടെയെങ്കിലും നിൽക്കുമ്പോഴെന്ന് പറയുമ്പോൾ അത് നല്ല സൗമ്യതയും നല്ല സ്വഭാവ രീതികളുള്ളവരെ അവരെ കയറ്റത്തുള്ളൂ. മനസ്സിലായി? അല്ലാത്തവരൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കയറ്റത്തില്ല. മത അടിസ്ഥാനത്തിലൊന്നും ആരെയും കയറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കായിപ്പോയി. ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇവളെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറായത്.
ഇല്ല 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 ഞങ്ങൾ ഈ സംഭവം ഈ 3 മാസം കഴിഞ്ഞ് ഇവരുടെ രീതികൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാരണവശാലും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. അവളെ അത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. പക്ഷേ ഇവള് ഫ്രോഡാണെന്നുള്ളത് കാര്യം. എൻ്റെ മകനെ സ്വന്തം ഭർത്താവിനെ ഇവൾ വെട്ടാൻ തിരിഞ്ഞപ്പോൾ അത് ഇപ്പോൾ ഞങ്ങൾ ഒടുവില്ലെന്നാണ് അറിയണത്. ഞങ്ങളിപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ കൈ ഞരമ്പ് വെട്ടിമുറിച്ചപ്പോൾ ഇവൾ ഫ്രോഡാണെന്നുള്ളത് ഉറപ്പായിട്ടും ഞങ്ങളത് മനസ്സിലാക്കി. റൈനോൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിഴക്കശുള്ള തന്നെ. അപ്പോൾ അത് ഈ റൈനോൾഡും മദ്യപാനിയാണ്. അപ്പോൾ ഇതിനെല്ലാവരും ഉണ്ട്. ഇതിനകത്ത് ഇവർ കൊലയിലുണ്ടാകുന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവർ എല്ലാവരും കൂടിയാണ് ഈ കുറച്ച് ചെറിയ മദ്യപിക്കുകയും ഇവർ പാർട്ടി കൂടിയൊക്കെ ചെയ്യുന്നത്. വാടക വീട് എടുത്ത് കൊടുത്തതും പിന്നെ എൻ്റെ വീട്ടിൽ ഇവിടെ ഇങ്ങനെ ഫാനൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ കേസായി. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ കൊണ്ടൊക്കെ ഞങ്ങൾ കേസ് കൊടുത്തു. ഇവരുടെ വസ്ത്രങ്ങളൊക്കെ ഇവരെ പുറത്തിറങ്ങി വലിച്ചു കയറി ഞാൻ അവരെ മാനഭംഗപ്പെടുത്താൻ ചെന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വ്യാജ പരാതികളും കൊണ്ട് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഞാനും രാവിലെ ചെന്നു. ഞാൻ കാര്യങ്ങൾ സാറിൻ്റെ എല്ലാ കാര്യങ്ങൾ പറയും. സാറേ ഇന്ന പോലെയാണ് സംഭവങ്ങൾ. അതുകൊണ്ട് പിന്നെ എന്നെ അടിക്കാനായിട്ട് ഒരുങ്ങി. രാത്രി 11 മണിയായപ്പോൾ ഇവർ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കയറി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അങ്ങനെയൊക്കെയാണ് എന്നെ അകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പരാതി തന്നെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ വിഷമിക്കേണ്ട അവിടെ മാറിയിട്ട് സാറ് വരട്ടെന്ന് പറഞ്ഞ് ഞാനവിടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവരെ കൊണ്ട് പേരെഴുതി ഒപ്പുവെച്ച് ഇനിയൊരു പ്രശ്നം ഇതിൽ മേലിൽ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഷർമുകളെ കൊണ്ട് പേരെഴുതി ഒപ്പുവെച്ച് അങ്ങനെ ഒരു പൈസ മണ്ണഞ്ചേരി കിടപ്പുണ്ട്. എന്തെങ്കിലും ഇവർ തന്നെ കുടിച്ചോണ്ട് തമ്മിൽ വഴക്കുണ്ടാക്കി വെച്ചും ആത്മഹത്യ ചെയ്യാൻ കടലിൻ്റെ അറ്റത്ത് പോയി നിൽക്കും. ഒരിക്കൽ കടലിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ നാക്ക് താന്നു പോയി. എനിക്കൊന്നും സ്വരം വിടാനൊന്നും ഒത്തില്ല. ഞാൻ വീട്ടിൽ വന്ന് അനങ്ങാതെ ഇവിടെ ഒന്ന് വിറച്ച് കുത്തിയായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇവള് വന്ന് ബാത്റൂമിനകത്ത് കയറി കതകടച്ചിരുന്നു. പിന്നെ ഞങ്ങൾ അനങ്ങിയില്ല, ആൾ വന്നല്ല. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ മകൻ്റെ കൈവെട്ടിയെന്ന്. അപ്പോൾ കൈവെട്ടിയപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് നിങ്ങളവളെ ആശുപത്രി കൊണ്ടുപോയിക്കോ, അവനെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ പിന്നെ അവന് വണ്ടി ഓടിക്കാനൊന്നും വേണ്ട. നിങ്ങളാകുമ്പോൾ ഓട്ടോറിക്ഷ നമ്മൾ ദിവസം ഓട്ടോറിക്ഷ കൂലി കൊടുക്കണ്ടേ, നമുക്കതിനുള്ള കഴിവില്ലല്ലോ. അങ്ങനെ ഇയാൾ ഒരുങ്ങി എൻ്റെ ഭർത്താവ് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാനെങ്കിൽ ഇവളപ്പോൾ ഓടി കടലിൻ്റെ അറ്റത്ത് പോയി നിന്നു. എന്നുവെച്ചാൽ അപ്പുറത്ത് കൂടുതൽ അപ്പുറത്തെ വീട്ടിൽ ആ വീട്ടിലേ പോയി ഇരിക്കത്തുള്ളൂ. അവിടെ പോയി ഇരുന്നേച്ചും അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇവിടെ അച്ഛൻ പോണില്ല, നീ തന്നെ കൊണ്ടുപോയിക്കോന്ന് പറയും. അത് ഞങ്ങളുടെ മകനെ മിണ്ടണതാ ഇങ്ങനെ ചികിത്സിക്കാൻ കൊണ്ടുപോകണമെന്ന് അവൾക്ക് ഇഷ്ടമില്ല. അവൾ തന്നെ എവിടെയും പോവുക വരിക. അതുകൊണ്ടാണ് അപ്പോൾ ഇവൾ ഇങ്ങനെ ഇവർ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് റെസ്റ്റ് ചെയ്യിക്കാൻ പോകണം. അപ്പോൾ ജില്ലാ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി എൻ്റെ വീട്ടിൽ ഇനി സാധനമില്ല. അതാ നേരത്തെ ഞങ്ങൾ ഇറക്കി വിട്ടാണ്. ഇപ്പോൾ ഇത് ഇങ്ങനെയായപ്പോൾ ഞാൻ നന്നാകട്ടത്തില്ലാന്ന് വിചാരിച്ചാൽ കൊണ്ട് ഓരോ ദിവസം ചെല്ലും തോറും കൂടി ഇവരുടെ സ്വഭാവരീതി കൂടി വരും. നമുക്ക് അതിനെയൊക്കെ മുഖത്തിട്ട് നോക്കാൻ ഭയമായിരിക്കും. ഞങ്ങൾ പേടിച്ച് വിറച്ച് നേരം കുത്തിയിരുന്ന് കളിപ്പിക്കും. നമ്മൾ രാത്രി കൊന്നെന്ന് അറിയുക, നമ്മളെ എന്ത് ചെയ്യും. അങ്ങനെയൊക്കെ ഭയപ്പെട്ട ദിവസങ്ങൾ ഞാൻ കൊണ്ട് ഇവരെ ഇറക്കി വിട്ടുക. ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങൾ പോകണം അല്ലെങ്കിൽ ഞാൻ പോകും എന്നപ്പോൾ ഞങ്ങൾ തന്നെ പോയി കഥ പറഞ്ഞ് ഇവരെല്ലാം പോയി. അപ്പോൾ ഈ ആളാണ് ഇവർക്ക് വാടക വീടല്ല. 2-3 സ്ഥലത്തൊക്കെ വാടക വീട് അന്വേഷിച്ച് കിട്ടിയാന്ന് നമ്മൾ ഇതൊന്നും തിരക്കത്തില്ല.